നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വാർഡിലെ വികസന മുരടിപ്പ് അക്കമിട്ട് നിരത്തുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ 33-ാം വാർഡ് BJP സ്ഥാനാർത്ഥി ജയശങ്കർ. വാർഡിലെ വികസന മുരടിപ്പ് അക്കമിട്ട് നിരത്തുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ 33-ാം വാർഡ് BJP സ്ഥാനാർത്ഥി ജയശങ്കർ. ഈ വാർഡിലത്തെ ദുരിതാവസ്ഥകൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് റോഡ്, ലൈറ്റ്, കുടിവെള്ളം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തോട്, ഒരു സൈഡ് നമ്മളുടെ ബോർഡർ തോടാണ്. ആ തോടിനെ ഒരിക്കലും ഇവർ വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ തീർക്കുകയോ ഒന്നും ചെയ്യാറില്ല. ആരും ഒന്നും മൈൽക്ക് ശ്രദ്ധിക്കാനേ സമയമില്ല ഇവർക്കാർക്കും. അപ്പോൾ അത് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ആ ഏരിയയിലുള്ള ആളുകളുടെയൊക്കെ തുണി കഴുകൽ അല്ലെങ്കിൽ കുളിക്കൽ, ഈ വക കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അതിനൊന്നുള്ളൊരു സംവിധാനങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ എളുപ്പമാണ് നമുക്ക് കണ്ണിയമ്പുറത്തൊക്കെയാണ് കയറല്. ഈ തോടിൻ്റെ ഒരു പാലട്ടാൽ മതി, അത് ചെയ്യില്ല. ഇത്രയും വർഷമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകും. പിന്നെ ഒരു കാരണവശാലും അത് ഒരു നല്ല രീതിയിലേക്കാക്കി എടുക്കാൻ പറ്റില്ല. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇവിടുത്തെ വികസന മുരടിപ്പ് മാറാൻ ആ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വർത്തമാനങ്ങളും ഒക്കെ അവർ അങ്ങനെയാണ് പറയുന്നത്. കാരണം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇവിടുത്തെ കുറ്റങ്ങളും കുറവുകളും കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നീണ്ട ഒരു 10-30 വർഷത്തോളമായിട്ട് UDFൻ്റെ കയ്യിലാണ് ഈ വാർഡ്. അപ്പോൾ ഒരു തരത്തിലുള്ള വികസനം എന്ന് പറയുന്നത്, നമുക്ക് തെരുവിളക്കുകൾ ധാരാളം ഇവിടെ വെച്ചിട്ടുണ്ട്, ഒറ്റൊന്നും കത്തില്ല. ഇങ്ങനെ ബ്ലിങ്കായി ഇരിക്കും. കത്ത് വെച്ചാൽ അവർ വരുന്ന സമയത്ത് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിയും അതിൻ്റെ പണി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളമാണെങ്കിൽ ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നേരെയാക്കലില്ല. അതങ്ങനെയായി. പോസ്റ്റ് ഓഫീസ് റോഡ് കൂടെ പണ്ട് നടക്കാൻ, അതായത് 2 മാസം മുന്നത്തെ കാര്യം ഞാൻ പറയണം, നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ വോട്ട് മാത്രം കൊടുത്ത് ജയിപ്പിച്ചത് കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് അവർക്കൊക്കെ പ്രയോജനമുള്ളത്? ഇവിടുത്തെ നാട്ടിൽ നേറുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു, വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കുറി വാർഡ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി ജയശങ്കർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. കാര്യത്തിൽ മാറിയേ മതിയാവുള്ളൂ. കാരണം ജനം മൊത്തം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 33-ാം വാർഡ് BJP ഇപ്രാവശ്യം എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രവർത്തകരും ഞങ്ങളുടെ അനുഭാവികളും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്.